കത്തുന്ന വേനലിലും കുളിരായി മാമ്പൂവിന്റെ ഗന്ധം ഒഴുകിയെത്തുകയാണ്. പുരയിടങ്ങളിൽ മാവും പ്ലാവും കൈ നിറയെ കായ്കളുമായി നമ്മളെ കാത്തിരിക്കുന്നു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങൾ പുതിയ വിത്തുകളെ സ്വീകരിക്കാൻ പരുവപ്പെട്ടു കഴിഞ്ഞു. അതെ, മറ്റൊരു വിഷുക്കാലം കൂടി എത്തിക്കഴിഞ്ഞു. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് ഇത് പുത്തൻ പ്രതീക്ഷകളുടെ കാലമാണ്. ഈ സമൃദ്ധിയുടെ നടുവിൽ നമ്മെ സ്വീകരിക്കുന്നതാരാണ്? സ്വർണ്ണത്തിളക്കമുള്ള നമ്മുടെ സ്വന്തം കണിക്കൊന്നകൾ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് കണിക്കൊന്ന ഇത്രയേറെ മനോഹരമായത്? എങ്ങനെയാണ് ഈ പൂക്കൾക്ക് ഗുരുവായൂരപ്പനുമായി ബന്ധമുണ്ടായത്? അതിനൊരു ഐതിഹ്യമുണ്ട്. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരു ഉണ്ണിക്കണ്ണനുണ്ടായിരുന്നു. ആ ബാലന്റെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ ഒരിക്കൽ തന്റെ കൈയിലെ പൊന്നരഞ്ഞാണം അവന് സമ്മാനമായി നൽകി. പിറ്റേന്ന് ക്ഷേത്രം തുറന്നപ്പോൾ തിരുവാഭരണം കാണാതായതോടെ എല്ലാവരും ആ കുട്ടിയെ സംശയിച്ചു. അവൻ പേടിച്ച് ആ പൊന്നരഞ്ഞാണം പുറത്തെ ഒരു മരത്തിലേക്ക് എറിഞ്ഞു. അത്ഭുതം പറയട്ടെ, ആ അരഞ്ഞാണം ചെന്നു വീണ മരത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ കുലകുലയായി വിരിഞ്ഞു. ആ പൂക്കളാണ് ഇന്നത്തെ കണിക്കൊന്ന. തന്റെ ഭക്തന്റെ നിഷ്കളങ്കത ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഭഗവാൻ നൽകിയ വലമാണ് ഈ മഞ്ഞപ്പൂക്കൾ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിഷുക്കണിയിൽ കണിക്കൊന്നയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. വിത്തുകൾ വിതയ്ക്കാനും നന്മകൾ കൊയ്യാനും ഈ വിഷുക്കാലം നമുക്ക് പ്രചോദനമാകട്ടെ. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുന്നവർക്കും വിഷുവിനെ നെഞ്ചിലേറ്റുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നന്മയുടെയും സമൃദ്ധിയുടെയും ഈ പൊൻപുലരി എന്നും നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കട്ടെ.